ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞൊരു വിഷയമാണ്. എന്നാൽ തൊപ്പി ഈ ഒരു വിഷയത്തിൽ പറയുന്ന കുറച്ച് ഭാഗങ്ങളിൽ ആദില നൂറയുടെ ഫാമിലിയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആദില നൂറയുടെ യഥാർത്ഥ നാട്ടുകാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യം നമുക്കൊന്ന് നോക്കാം. ഫൈസൽ എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്ത കാര്യത്തിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കുന്നില്ല. താല്പര്യമില്ലെങ്കിൽ ക്ഷണിച്ച് വരുത്താതിരിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പൊ അവർക്ക് മിണ്ടാൻ പോലും പറ്റാത്ത രീതിയിലേക്കായി. ആദില നൂറക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇത്രയും വലിയൊരു മനുഷ്യനെ എതിരെ ശബ്ദിച്ചാൽ 8ന്റെ പണി കിട്ടും അറിയുന്നത് കൊണ്ട് തന്നെ വായടച്ചൊരു മൂലക്ക് ഇരിക്കേണ്ട അവസ്ഥയാണ്. അല്ലാത്ത പക്ഷെ ആദിലൊക്കെ എത്രത്തോളം സംസാരിക്കുന്നത് നമുക്ക് അറിയുന്നതാണല്ലോ അല്ലെ. പക്ഷെ ഈ വിഷയത്തിൽ ഒന്നും പറയാൻ പറ്റാതെ മിണ്ടാതിരിക്കേണ്ടി വന്നു. അത്രയും വലിയൊരു മനുഷ്യനെതിരെ എന്തെങ്കിലും പറഞ്ഞ പണി കിട്ടും എന്നുള്ള ധാരണ കൊണ്ടാകാന്നുള്ളതാണ്. നമുക്ക് എന്തായാലും തൊപ്പി ഈ ഒരു കാര്യത്തിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു റിയാക്ഷൻ എന്താണെന്നൊന്ന് കാണാം. എല്ലാവരും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, എന്നാലും ഇതൊന്ന് കാണാം. ഫൈസൽ മനോ മലബാർ ബിഗ് ബോസിലെ ഫൈസൽ മനോ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും